തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ചൂട് പിടിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് കെ സുധാകരന്റെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരന്റെ ഇന്നലെ രാത്രി വൈകി വന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് അതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരാഴ്ച മുമ്പ് രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം, അദ്ദേഹമാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായുള്ള സംസ്ഥാനത്തെ നേതാവെന്ന് പരസ്യമായി നിലപാടെടുത്ത സുധാകരൻ പൊടുന്നനെ ഇങ്ങനൊരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിയതിന് പിന്നിലെ രാഷ്ട്രീയം എന്ത് എന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. അവിടെയാണ് ഇതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് VD സതീശനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുന്ന സാഹചര്യമുള്ളത്. അതായത് തന്ത്രപരമായാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിലെവിടെയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം, മുഖ്യമന്ത്രി എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ പരോക്ഷമായി സൂചന നൽകുന്നത് കേരളത്തിന്റെ ഭരണത്തെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ നേതാവ് KC വേണുഗോപാൽ തന്നെയെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ സുധാകരൻ. അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ കെ സുധാകരന്റെ കമന്റ് ബോക്സിൽ വലിയ തരത്തിൽ VD അനുകൂലികൾ ചേരിതിരിഞ്ഞ് ആ നിലപാടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരുടെ ഒരു വലിയ പ്രതിരോധം, അങ്ങനെ ഒരു അടിക്കടി എന്ന തരത്തിൽ ഈ കമന്റ് ബോക്സിൽ കിടന്ന് രാഷ്ട്രീയം അങ്ങ് ചൂടുപിടിക്കുന്നതിനിടയിലാണ് അതുവരെ കമന്റ് ബോക്സ് ഓഫാക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് പിന്നാലെ സംഭവിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവമുഖങ്ങൾ, അതായത് മാത്യു കുഴൽനാടനായാലും റോജി M. ജോൺ ആയാലും അതോടൊപ്പം KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആയാലും ഏറ്റവും ഒടുവിൽ പഴകുളം മധു വരെ ഏതാണ്ട് ഏറെക്കുറെ സമാനമായ തരത്തിലുള്ള പോസ്റ്റുകൾ വൈകാതെ തന്നെ പങ്കുവെക്കുന്നു. അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് തിരികൊളുത്തുന്നു. അതായത് KC വേണുഗോപാലിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലുകൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നു എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റുകളാണ് അവയിലേറെയും. അതോടൊപ്പം KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃസ്ഥാനങ്ങളിൽ ഇരുന്നതിന് ശേഷം പിന്നീട് MLA ആയും MP ആയും മന്ത്രിയായും കേന്ദ്രമന്ത്രിയുമായി ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷം നടത്തിയ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വരച്ചു കാട്ടുന്ന തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു അവയിലേറെയും. അത് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും വലിയ തരത്തിൽ പ്രചരിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകൾ നടക്കേണ്ട സമയമല്ല, ഇത് അനവസരത്തിലാണ് ഈ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. കോൺഗ്രസിന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന്, പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അത് മറികടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അഭിപ്രായമുണ്ടെങ്കിൽ പറയാം, പക്ഷേ അത് പറയേണ്ട വേദിയിൽ പറയണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പേരുകൾ പറയേണ്ട സമയമായിട്ടില്ല, അസമയത്താണ് പേരുകൾ പറയുന്നത് എന്ന പ്രതികരണം കൂടി ഉണ്ടാകുന്നു. ഇതിപ്പോൾ കെ സുധാകരന്റെ FB അക്കൗണ്ട് എന്നതിന് നമുക്ക് അങ്ങനെ ഫേക്ക് അക്കൗണ്ട് എന്നൊന്നും കാണാൻ സാധിക്കില്ല. ഒരു പക്ഷേ കെ സുധാകരനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ ആയിരിക്കാം അത് ഹാൻഡിൽ ചെയ്യുന്നത്. എങ്കിലും അതിലൊരു പോസ്റ്റ് വരുന്നുവെങ്കിൽ അത് സുധാകരന്റെ അറിവോടെ കൂടി മാത്രമായിരിക്കുമല്ലോ അത് ഹാൻഡിൽ ചെയ്യുന്നവർ നൽകുക. അവിടെയാണല്ലോ ഇത് പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോ അനുഭാവികളോ സൈബർ വിങ്ങോ ഒന്നുമല്ല ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. അത് തുടക്കം കുറിച്ചിട്ടുള്ളത് കെ സുധാകരൻ എന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുധാകരനെ നിയന്ത്രിക്കുക എന്നതും പ്രയാസകരമായി മാറുകയാണ്. ഒപ്പം ഈ ചർച്ച തീർച്ചയായും ഈ നേരത്തെയുള്ള നിരീക്ഷണങ്ങളുണ്ടല്ലോ, കോൺഗ്രസ് അധികാരത്തിലേറിയാൽ അവർക്ക് തമ്മിലടിച്ചിട്ട് ഭരിക്കാൻ സമയം ഉണ്ടാകില്ല എന്ന നിരീക്ഷണം, അതിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ എത്തുന്ന സാഹചര്യമല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്? ഒരു കുറച്ച് രാഷ്ട്രീയം പിന്നിലേക്ക് പോകണമെന്ന് തോന്നുന്നു. അതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ, അതായത് കഴിഞ്ഞ 2.5 ദശാബ്ദത്തിനിടയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് എടുത്തു നോക്കിയാൽ 2001 ആരെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ അന്ന് UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ AK ആന്റണി മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. 2006 പ്രതിപക്ഷത്തേക്ക് പോവുകയാണ്. അന്ന് ഉമ്മൻചാണ്ടി എന്ന നേതാവ്, UDF കൺവീനറായിരുന്ന ഉമ്മൻചാണ്ടി പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും, ആദ്യം ആന്റണി രാജിവെച്ച ഒടുവിൽ മുഖ്യമന്ത്രിയാകുന്നു, പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ വ്യക്തമായിരുന്നു. പക്ഷേ 2016 മുതലാണ് ഈ ട്വിസ്റ്റുകൾ. അതായത് 2016 ഒന്നാം പിണറായി സർക്കാർ വരുന്നു.
അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി മാറുന്നു. അവിടെ രമേശ് ചെന്നിത്തല വരുന്നു. 2021 നടന്ന തെരഞ്ഞെടുപ്പിലും സമാനമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. അന്നും ഒരു മുഖം ഉയർത്തി കാണിച്ചുകൊണ്ടല്ല UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് തന്ത്രപ്രധാനമായ ഒരു പദവി പ്രതിപക്ഷ നേതൃസ്ഥാനത്തല്ലായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിക്ക് നൽകി. പ്രചാരണ സമിതിയുടെ തലപ്പത്തേക്ക് ഉമ്മൻചാണ്ടി എത്തുന്നു. അങ്ങനെ UDF അധികാരത്തിലെത്തിയാൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഈ മുഖ്യമന്ത്രി പദം വീതം വെക്കും, 2.5 വർഷം വീതം എന്ന തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ കൃത്യമായി LDFന് ഉയർത്തിക്കാണിക്കാൻ ഒരേ ഒരു മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് ആ ഒരു മുഖം മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യം അതല്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി എല്ലാ നേതാക്കളും ഒരുപോലെ തന്നെ വ്യക്തമാക്കിയത് ഒരു മുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ആവർത്തിച്ച് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളോടും ചോദിക്കുമ്പോൾ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഒരുപോലെ പറഞ്ഞ ഉത്തരം 1 ഡസനിലധികം നേതാക്കൾ കേരളത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പേരുകാരൻ മാത്രമാണ് അതിന് യോഗ്യനെന്ന് പറയാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു. അതായത് കേരളത്തിൽ നിലവിൽ ഏറ്റവും സീനിയർ നേതാക്കന്മാരായ MPമാരും മത്സരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സീനിയർ നേതാക്കന്മാരായ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. ഈ 2 പേർ, അതായത് VD സതീശൻ പറവൂരിലും രമേശ് ചെന്നിത്തല ഹരിപ്പാടും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ അതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരു പേരിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ അവിടെ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ജയിച്ചു കയറുന്ന സാഹചര്യമുണ്ടായാൽ അദ്ദേഹം മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അങ്ങനെ പല സീനിയർ മുഖങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന KC വേണുഗോപാൽ എന്ന പേരിലേക്ക് വേഗത്തിൽ എത്താൻ കഴിയൂ. കാരണം നിഷ്പ്രയാസം എത്താൻ കഴിയുന്ന സാഹചര്യമല്ല. പല കോണുകളിൽ ഈ പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും അതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ KC പക്ഷത്തോട് അനുഭാവം പുലർത്തിയിരുന്നവരുടെ പേരുകളാണ് 55 പേരിലധികം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ജയിച്ചു വരുന്ന MLAമാരിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന നിലപാടെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയാകും ഹൈക്കമാൻഡിന്റെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന്റെ നിലപാട് നിർണായകമായി മാറുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം സോണിയാഗാന്ധിയും, സാക്ഷാൽ സോണിയാഗാന്ധി തന്നെ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, VD സതീശനെയും KC വേണുഗോപാലെയും അനുകൂലിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറ്റുപിടിച്ചുകൊണ്ട് നേതാക്കന്മാരെ വാഴ്ത്തിയും ഇകഴ്ത്തിയുമൊക്കെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു, അതിനെ പ്രതിരോധിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും രമേശ് ചെന്നിത്തല ഒരു വലിയ മൗനത്തിലാണ്. ആ മൗനത്തിൽ അദ്ദേഹം കൃത്യമായൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കാണ്, മുഖ്യമന്ത്രിയെ 4-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കും. അതിനപ്പുറത്തേക്ക് ഈ ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അതിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കാരണം അദ്ദേഹത്തിനും ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടെ ഈ മൗനം തുടരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വിവാദം ഇങ്ങനെ ചൂടുപിടിക്കുമ്പോഴും മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകാതിരിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് സോണിയാഗാന്ധിയുടെ പക്കൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചില ഉറപ്പുകളാണ് എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ചില നേതാക്കൾ നൽകുന്ന സൂചന. എന്തായാലും കാത്തിരിക്കാം. കോൺഗ്രസിന്റെ രാഷ്ട്രീയം മുൻപെങ്ങുമില്ലാത്ത വിധം സമാനതകളില്ലാത്ത മറ്റ് ചില ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചകളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറും സുധാകരന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണാൻ. അതിന് പിന്നാലെയാണ് സുധാകരൻ KC വേണുഗോപാലുമായി ഡൽഹിയിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. പാർലമെന്റ് സമ്മേളനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രി ഡൽഹിയിൽ എത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇന്ന് എപ്പോഴായിരിക്കും, പാർലമെന്റിൽ വെച്ചായിരിക്കുമോ അതോ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചായിരിക്കുമോ ഈ കൂടിക്കാഴ്ച എന്നറിയില്ല. ആ കൂടിക്കാഴ്ചയോടെ KC വേണുഗോപാലിന് സുധാകരൻ പരസ്യ പിന്തുണയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് മാത്രം ഇനി വ്യക്തമായാൽ മതി. യെസ്, എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം എന്ത് എന്നത് അറിയേണ്ടതുണ്ട്. അതിന് നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ പൊതുവിൽ UDF ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് അധികാരത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ തിരികെ എത്തിയാൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി? പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തലയെടുപ്പുള്ള പല നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് VD സതീശനാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്. KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ നിരവധി മുഖങ്ങളുണ്ട്. അതിൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക? ഈ മുഖ്യമന്ത്രി പദവും ഒപ്പം മറ്റു മന്ത്രിമാരെ ചൊല്ലിയും ഒക്കെയുള്ള തർക്കങ്ങൾ, ഘടകകക്ഷികൾ ചെലുത്താൻ പോകുന്ന സമ്മർദ്ദം, ഇതെല്ലാം ഭരണത്തിലേറിയാൽ UDFനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുമെന്ന് നിരീക്ഷണങ്ങളുണ്ട്. അതിന് ഇടയിൽ ആണ് ഇപ്പോൾ
ഈ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ കോൺഗ്രസിന് ഉള്ളിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ആണ് ഇത്തരം പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് എതിരെ പരോക്ഷ വിമർശനവുമായി CR മഹേഷ് MLA ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പണ്ട് അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആകാതെ ഇരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം എന്നാണ് വിമർശനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.